അപ്പൊ സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ല. നമ്മുടെ വിനായകൻ ചേട്ടൻ സംഖ്യയായോ? ഇതാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം. കാരണം ഒരു ദിവസം മുമ്പ് ഒരു വീഡിയോ ഒരു മനുഷ്യന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വന്നിരുന്നു. ആ മനുഷ്യന്റെ പേര് KN സുബ്രഹ്മണ്യ അടിക. നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഈ സുബ്രഹ്മണ്യ അടിക. ആ സുബ്രഹ്മണ്യ അടികയുടെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന എന്തോ ഒരു പ്രസാദമോ ഏതോ ഒരു തുണി, ഒരു മഞ്ഞ തുണി, ഒരു നല്ല എന്താണ് വെളുത്ത തുണിയൊക്കെ ഇങ്ങനെ പുതച്ചിട്ടുണ്ട് നമ്മുടെ വിനായക ചേട്ടനെ. അങ്ങനത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. സോ ഒരു വീഡിയോ അല്ല, ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. വിനായകനും ജയസൂര്യയും മാതൃസന്നിധിയിൽ, വിനായകൻ ആൻഡ് ജയസൂര്യ ഇൻ ദ പ്രസൻസ് ഓഫ് ദെയർ മാതർ എന്ന രീതിയിലാണ് KN സുബ്രഹ്മണ്യ അടിക ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിനായക ചേട്ടനുണ്ട്, ജയസൂര്യയുണ്ട്, ജയസൂര്യയുടെ ഭാര്യയുണ്ട്. രണ്ടാമത്തെ ഫോട്ടോ വിനായകൻ ചേട്ടൻ തൊഴുതു നിൽക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു അടികയെ. അത് വാങ്ങിക്കുന്നുണ്ട്. ഏതൊരു AC മുറിയാണ്, ഇനിയിപ്പോ അടികയുടെ മുറി ആയിരിക്കും. ഇതില് ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, വിനായകൻ ചേട്ടൻ ഇത് വാങ്ങിച്ച സമയത്ത് ആളുകൾ മുഴുവൻ ചോദിക്കുന്നത് വിനായകൻ സംഖ്യയായോ എന്നുള്ളതാണ്. വിനായകൻ സംഖ്യയാണോ അല്ലെങ്കിൽ ആയോ എന്നുള്ള ചോദ്യത്തിനൊപ്പം തന്നെ ആളുകൾ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഇതുവരെ വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ലോ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, വിനായകൻ ചേട്ടൻ പണ്ടും ഒരു വിശ്വാസിയായിരുന്നു, പണ്ടും ഒരു വിശ്വാസിയാണ്. എന്നാൽ അതേസമയം കമ്മ്യൂണിസം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. രണ്ടു സുഹൃത്തുക്കളെ രണ്ടാണ്, ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കമ്മ്യൂണിസം എന്ന് പറയുന്ന വിനായകൻ ചേട്ടന്റെ രാഷ്ട്രീയവും ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങനെ ചെറുപ്പകാലത്തൊക്കെ കുടിയേറി പാർത്ത ഒന്നാണ്. എന്തായാലും ദളിത് സങ്കല്പ ചിന്തകളൊക്കെ എന്നൊക്കെ വിചാരിച്ച കുറെ സംഗതികളാണ്. എന്നാൽ ഇതിന് താഴെ ചില ആൾക്കാരുടെ കമന്റുകളൊക്കെ ഉണ്ട്. ഈ കമന്റുകളൊക്കെ ചിലതൊക്കെ അതിവൈകാരികതയാണ്. എന്തായാലും കേട്ടോക്കൂ. കണ്ണിന് കുളിർമയേകുന്ന ചിത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇദ്ദേഹം ഈ ഒരു വെളുത്ത ആ ഒരു മേലങ്കിയും ഈ ഒരു ഹിന്ദു വിശ്വാസ പ്രകാരമായിട്ടുള്ള ഇത്ര സംഗതികളൊക്കെ ഏറ്റുവാങ്ങിക്കുന്നത് ഒരു വലിയ കുളിർമയേകുന്ന ചിത്രമാണെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും കണ്ണിന് കുളിർമയേകുന്ന ചിത്രം വെറുതെയല്ല, സണ്ണി കപ്കാർഡിനെ നമ്പരുതെന്ന് വിനായകൻ പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ല ചിത്രം ഞാൻ കണ്ടിട്ടില്ല. അയ്യങ്കാളിയുടെ മക്കൾ ആവട്ടെ ഇതുപോലെ എല്ലാവരും, അയ്യങ്കാളിയുടെ മക്കൾ ഇതുപോലെ എല്ലാ അയ്യങ്കാളിയുടെ മക്കളും ആവണം. ഹിന്ദു മതത്തിന്റെ ഈ ആചാര്യന്മാരൊപ്പം ഇങ്ങനെ നിൽക്കണം, അതിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കണം എന്നൊക്കെയാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. ആയിക്കോട്ടെ. ഒരാൾ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ പഴയ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ച് അയാളെ മാറ്റി നിർത്തുക അല്ല വേണ്ടത്. അയാൾ കൂടെ ചേർത്ത് നിർത്തിയാൽ അദ്ദേഹം നന്നാകും. അകറ്റി നിർത്തിയാൽ കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ മോശമാകാത്ത എന്താണ്? ഇടയ്ക്കൊക്കെ മൂപ്പര് തുണിയൊക്കെ അഴിച്ചിട്ട് അയൽവാസികളൊക്കെ തല്ലിടും. അയാൾ ഒരു പച്ച മനുഷ്യനാണ്. ഒരു തരത്തിലുള്ള മേക്കപ്പോ മേലങ്കികളോ അഭിനയമോ ഇല്ല. അയാളുടെ റിയൽ ലൈഫിൽ അയാൾ റിയൽ ക്യാരക്ടർ അയാൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ പെരുമാറും. താനൊരു സിനിമാ നടനായതുകൊണ്ട് അയ്യോ തെറി പറയരുത്, ഞാനൊരു സിനിമാ നടനായതുകൊണ്ട് അയ്യോ ഇങ്ങനെ അവിടെ നടക്കരുത്, ഞാനൊരു സിനിമാ നടനായതുകൊണ്ട് ഈ ഡ്രസ്സൊന്നും ഇട്ട് നടക്കരുത് എന്നൊന്നും ചിന്തിക്കുന്നൊരു മനുഷ്യനല്ല. അവൾ പച്ച മനുഷ്യനാണ്. അയാൾ അതേപോലെ തന്നെ പെരുമാറുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ദേഷ്യം വന്നാൽ ചിലപ്പോൾ അയാൾ തുണി ഊരി കാണിച്ചെന്നൊക്കെ വരും. അതുകൊണ്ട് ഒരു സിനിമാ നടന്റെ സംസ്കാരത്തിൽ ഇങ്ങനൊന്നും പാടില്ല എന്നുള്ള തിട്ടൂരൊക്കെ ആരെങ്കിലും ഇറക്കി കഴിഞ്ഞാൽ അയാളും വിനായകൻ അയാളോട് പല തെറികളുണ്ട് കേട്ടോ. വിനായകന്റെ മനസ്സിലെ ജാതി ചിന്ത മാറട്ടെ, നല്ല ബോധം വരട്ടെ എന്നും ആശംസിക്കുന്നു. പടച്ചവനെ, സരസ്വതി നാവിൽ വിളങ്ങട്ടെ വിനായകന്. വിനായകന്റെ വാക്കുകളൊന്നും ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് സരസ്വതി ദേവി വിളങ്ങിയാൽ വിനായകൻ ചേട്ടൻ ഗംഭീരമാവുന്നതാണ് ഒരാളുടെ അഭിപ്രായം കേട്ടോ. വിനായകൻ ഇത്ര പെട്ടെന്ന് നിലപാട് മാറ്റിയോ അതോ നന്നായോ? ദൈവനിഷേധിയായ ദൈവവിശ്വാസി അല്ലാത്ത വിനായകൻ എന്തിനാണ് അമ്പലത്തിൽ വരുന്നത്? അതൊരു തെറ്റാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അതൊരു ഗംഭീര തെറ്റാണ്. കാരണം അദ്ദേഹം വിശ്വാസിയാണ്, BJP അല്ല. ഒന്നിനു പറയട്ടെ, അദ്ദേഹം വിശ്വാസിയാണ്, BJP അല്ല, സംഖ്യയല്ല. അതാവുകയില്ല എന്ന് വെച്ച് BJP അല്ല എന്ന് വെച്ചിട്ട് ആരും ഹിന്ദു അല്ലാതിരിക്കുന്നില്ല. അയാൾ ഹിന്ദു മതത്തിലേക്ക് വിശ്വസിക്കുന്നതായിരിക്കും. വേറൊരാൾ പറയുന്നത് ഇവൻ എവിടെ പോയാലും ഇവന്റെ അടിസ്ഥാന സ്വഭാവം മാറില്ല. എന്താണോ ഈ അടിസ്ഥാന സ്വഭാവം? സാധാരണ പച്ച മനുഷ്യൻ എന്തായിരിക്കും അടിസ്ഥാന സ്വഭാവം? അത് അവന് രക്തത്തിലുള്ളതാണ്. മംഗലാപുരത്ത് പോയി സീൻ ഉണ്ടാക്കിയാൽ ഇവൻ പെട്ടിയിൽ വരേണ്ടി വരും. കാരണം കേരളമല്ലല്ലോ മംഗലാപുരം എന്നാണ്. ഭയങ്കര അഭിപ്രായം. വിനായകൻ അഭിനയം നല്ലതാണ്, സംസ്കാരം നിലവിലുള്ള സംസ്കാരത്തിനെതിരാണ്, സംസാരം കുറച്ച് നന്നാക്കിയത് നന്നായിരിക്കും. ഇതിനൊക്കെ വിനായകൻ ചേട്ടൻ നല്ല തെറി പറയും. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ താഴത്തുള്ള ഗംഭീരമായിട്ടുള്ള കമന്റുകൾ. ഇത് മുഴുവൻ വായിക്കാൻ നിന്നാലേ ഈ വീഡിയോ മുഴുവൻ നിറഞ്ഞു നിൽക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, വിനായകൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒപ്പം അയാൾ ഒരു ഹിന്ദുമത വിശ്വാസിയാണ്.
അയാളൊരു വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്, അമ്പലവിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിലെ കണിഞ്ഞിട്ടുള്ള മാലകൾ പോലും അതുണ്ട്. എന്നാൽ കമ്മ്യൂണിസം എന്നത് അദ്ദേഹത്തിന്റെ ആശയമാണ്, അദ്ദേഹത്തിന്റെ ചിന്താധാരയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ ആശയവും ചിന്താധാരയും ജീവിത രീതിയും രണ്ടും വ്യത്യസ്തമാണെന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾ. അങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. എന്നാൽ അതേസമയം വിനായകന്റെ സ്വഭാവം നിങ്ങളുടെ നാളെ മുതൽ മാറ്റിക്കളയാം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആൾക്കാരുണ്ട്. വിനായകന്റെ സ്വഭാവം ഈ പൊതുജീവിതത്തിന് നന്നല്ല, അല്ലെങ്കിൽ പൊതുബോധത്തിന് നല്ലതല്ല, അദ്ദേഹം ഇങ്ങനെ മുണ്ടുരിഞ്ഞ് ആടുന്നത് നന്നല്ല എന്നൊക്കെയുള്ള പല കമന്റുകളുണ്ട്. ശരിയാണ്, അതൊന്നും ശരിയല്ല. ഒരു പൊതുജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും അത്ര ശരിയല്ല. പക്ഷേ അതേസമയം തന്നെ വിനായകൻ പറയുന്നത് മുഴുവൻ തെറ്റാണെന്നോ, അല്ലെങ്കിൽ വിനായകന്റെ സംസാരം മാറ്റിയാലും മൂപ്പര് നേരാവുന്നോ, അല്ലെങ്കിൽ വിനായകൻ നമ്പൂരിമാരെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന കമന്റ് വരുമ്പോൾ അതിലൊക്കെ എവിടൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒന്നുകൂടി പറയട്ടെ, വിരാജേട്ടൻ സംഖ്യയായിട്ടില്ല, BJP ആയിട്ടില്ല. അദ്ദേഹം വിനായകൻ തന്നെയാണ്. ബൈ.